മോട്ടറോള ചൈനയിൽ ഒരു പുതിയ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, മോട്ടറോള എഡ്ജ് എസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് കില്ലറായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇതിൻ്റെ വില കാണുകയാണെങ്കിൽ 22,000 രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ്. പക്ഷേ ഒരു ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് എന്ന് പറയുന്ന പോലത്തെ ഒരു ചിപ്സെറ്റാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 870 വെച്ചിറങ്ങുന്ന ആദ്യത്തെ ഫോണാണ് മോട്ടറോള എഡ്ജ് എസ് എന്ന് പറഞ്ഞത്. അപ്പോൾ മോട്ടറോള എഡ്ജ് എസിനെ പറ്റി അറിയേണ്ടതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ഫോൺസ് എന്ന യൂട്യൂബ് ചാനലാണ്. എൻ്റെ പേര് അഭിജിത്ത് എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസൈനും ഡിസ്പ്ലേയും ബിൽഡും ഒക്കെയാണ്. അപ്പോൾ മോട്ടറോള എഡ്ജ് എസിൽ നമുക്ക് ലഭിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ്. നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ തിരക്കേടില്ലാത്തൊരു ബിൽഡ് തന്നെ എന്താ പറയാനുള്ളൂ. ഗ്ലാസ് ബിൽഡൊന്നും അല്ല, കാരണം നമുക്കിതൊരു ബഡ്ജറ്റ് ഫോൺ തന്നെയാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ ഒരു സ്ക്വയറിഷ് ക്യാമറ അറയാണ് ലഭിക്കുന്നത്. നമ്മൾ മോട്ടോ ജി 5Gയിലൊക്കെ കണ്ട പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ് ബാക്കിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ നമുക്കിതിൽ ഫിംഗർ പ്രിൻറ്റ് സൈഡിലാണ് ലഭിക്കുന്നത്. ബാക്കിൽ ആ മോട്ടോ ലോഗോയിൽ അല്ല. മോട്ടോ ലോഗോ അവിടെ ഉണ്ടെങ്കിൽ പോലും അത് ഫിംഗർ പ്രിൻറ്റ് സ്കാനറല്ല. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നമുക്കിപ്പോൾ സൈഡിൽ പവർ ബട്ടണിലാണ് ലഭിക്കുന്നത്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത് ഒരു ഡുവൽ പഞ്ച് ഹോളാണ്. നമ്മൾ പോക്കോ X2 റിയൽമി 6 പ്രോയിലൊക്കെ കണ്ടത് ഒരു ഡുവൽ പഞ്ച് ഹോളാണ്. LCD ഡിസ്പ്ലേ കണ്ട ഒരു ഡുവൽ പഞ്ച് ഹോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പിൽ ഷേപ്ഡാണ്. പക്ഷേ ഇതിൽ ആ പിൽ ഷേപ്ഡ് എന്നുള്ളൊരു സാധനമില്ല. പകരം 2 സെപ്പറേറ്റ് പഞ്ച് ഹോളുകളാണ് ലഭിക്കുന്നത്. അതിൽ നമുക്ക് ബ്ലാക്ക് കളറൊന്നും ലഭിക്കുന്നില്ല. എത്രത്തോളം ഇഷ്ടമാവും എല്ലാവർക്കും എന്ന് അങ്ങോട്ട് പിടിയില്ല. നേരിട്ട് കണ്ടാൽ മാത്രമേ അത് പറയാൻ പറ്റുകയുള്ളൂ. ഇതൊരു 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുള്ള ഒരു LCD ഡിസ്പ്ലേ ആണ്. 2 കളർ വേരിയൻസിലാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ബ്ലൂവും ഒന്ന് വൈറ്റുമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോള എഡ്ജ് പ്ലസിൻ്റെ സ്പെക്സിനെ പറ്റിയാണ്. സ്നാപ്ഡ്രാഗൺ 870 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. സ്നാപ്ഡ്രാഗൺ എല്ലാവർക്കും അറിയാം. സ്നാപ്ഡ്രാഗണിൻ്റെ 865 ആയിരുന്നു കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ ഏറ്റവും അവരുടെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ്. സ്നാപ്ഡ്രാഗൺ 865 ഉണ്ടായിരുന്നു, സ്നാപ്ഡ്രാഗൺ 865 പ്ലസും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2021 അവരുടെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗൺ 888 എന്ന് പറഞ്ഞത്. നമ്മൾ Mi 11ലും സാംസങ് ഗാലക്സി S21 ഒക്കെ കണ്ട അതേ ചിപ്സെറ്റാണ്. പക്ഷേ ആ ഒരു ചിപ്സെറ്റല്ല ഇതിൽ യൂസ് ചെയ്തിരുന്നത്. പുതിയൊരു ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗൺ 870 എന്ന് പറഞ്ഞിട്ട്. സ്നാപ്ഡ്രാഗൺ 870 എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നാപ്ഡ്രാഗൺ 865യുടെ ഒരു ചെറിയൊരു അപ്ഗ്രേഡഡ് വേർഷനാണ്. സ്നാപ്ഡ്രാഗൺ 865യുടെ ഒരു ഓവർക്ലോക്ക്ഡ് വേർഷനായിരുന്നു സ്നാപ്ഡ്രാഗൺ 865 പ്ലസ്. അതിൻ്റെയും കൂടെ കുറച്ചുകൂടെ ഒന്ന് ഓവർക്ലോക്ക് ചെയ്തൊരു വേർഷനാണ് സ്നാപ്ഡ്രാഗൺ 870 എന്ന് പറഞ്ഞ ചിപ്സെറ്റ്. അപ്പോൾ ആ ഒരു ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്യുന്നത്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ ഫ്ലാഗ്ഷിപ്പുകളൊക്കെ ഉണ്ടല്ലോ, Mi 10 ആയാലും Mi 10T ആയാലും നമ്മുടെ OnePlus 8T ആയാലും OnePlus 8 Pro ആയാലും ഇതുമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ചിപ്സെറ്റാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിതിനെ ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്നൊക്കെ വിളിക്കാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല ഈ ഒരു ചിപ്സെറ്റും ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലറുകളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചിപ്സെറ്റായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇനിയും ഇഷ്ടംപോലെ ഫോണുകൾ വരാനുണ്ട്. ഓപ്പോയുടെ ഫോൺ വരുന്നുണ്ട്, ഷവോമിയുടെ ഫോൺ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പോക്കോ F2 ഈ ഒരു ചിപ്സെറ്റ് വെച്ചിട്ടായിരിക്കും വരാൻ പോകുന്നത്. അങ്ങനെ ഒരു റൂമർ കൊണ്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ഫോണുകൾക്ക് വേണ്ടി. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എഡ്ജ് എസിൻ്റെ കാര്യമാണ്. എഡ്ജ് എസ് 3 വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബേസ് വേരിയൻ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് ഒരു 6GB RAM 128GB സ്റ്റോറേജുള്ള വേരിയൻ്റാണ്. അടുത്തത് 8GB RAM 128GB സ്റ്റോറേജുള്ള വേരിയൻ്റാണ്. ഏറ്റവും ഹയസ്റ്റ് എൻഡ് ആയിട്ട് 8GB RAM 256GB സ്റ്റോറേജുള്ള വേരിയൻ്റാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാമറയുടെ കാര്യമാണ്. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫോണിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 4 ഹോളുകളുണ്ട്. അതിൽ ഒരു ഹോൾ ToF സെൻസറാണ്. അതിന് നമുക്ക് ക്യാമറ എന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് ഡെപ്ത് സെൻസർ വേറെ ഉണ്ട്. അപ്പോൾ ഇതിലെ പ്രൈമറി ക്യാമറ ആയിട്ട് ലഭിക്കുന്നത് ഒരു 64 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. 64 മെഗാ പിക്സലിൻ്റെ സാംസങ് സെൻസർ ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അൾട്രാവൈഡ് സെൻസർ നോക്കുകയാണെങ്കിൽ ഒരു 16 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് സെൻസർ ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ലഭിക്കുന്നത് മാക്രോ ക്യാമറയല്ല, ഒരു ഡെപ്ത് സെൻസറാണ്. ToF സെൻസറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഡെപ്ത് സെൻസറും കൂടെ തന്നിരിക്കുകയാണ്. അതിനകത്ത് നമുക്ക് 2 ഡെപ്ത് സെൻസർ തന്നിരിക്കുകയാണ്. എന്തിനാണെന്ന് വലിയ പിടിയില്ല. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിലെ ഒരു കാര്യം വെച്ചിട്ട് തിരക്കേടില്ലാത്തൊരു ക്യാമറ ഔട്ട്പുട്ടാണ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നത്. മാക്രോ ക്യാമറയുടെ ഒരു അഭാവം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം നമുക്ക് 2 ഡെപ്ത് സെൻസറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും തിരക്കേടൊന്നുമില്ല. മാക്രോ ക്യാമറ അല്ലെങ്കിലും അധികം യൂസ് ഒന്നും ഇല്ലാത്തൊരു കാര്യമാണല്ലോ. ഇനി നമുക്ക് ഈ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയാം. അതിൽ നമുക്ക് 6K 30 വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ക്യാമറയാണ് നമുക്കിത് ലഭിക്കുന്നത്. പോരാത്തതിന് അൾട്രാവൈഡ് ക്യാമറയിൽ ഓട്ടോ ഫോക്കസിങ്ങും നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് ഈ ഒരു ഫോണിൽ. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ സെൽഫിയുടെ കാര്യം നോക്കാം. 2 ക്യാമറയുണ്ട്. അതിൽ ആദ്യത്തേത് ഒരു 16 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. അടുത്തത് ഒരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് ക്യാമറയും കൂടെയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാറ്ററിയുടെ കാര്യമാണ്. 5000 mAh ബാറ്ററിയാണ് നമുക്ക് ലഭിക്കുന്നത്. 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്.
ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഇപ്പോഴത്തെ ഒരു 2021 കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയ്ക്കും അങ്ങോട്ട് കൂടുതലല്ല. ഇപ്പോൾ വരുന്ന ഈ ഒരു സെഗ്മെൻറ്റിലെ എല്ലാ ഫോണുകളിലും നമുക്ക് 30 വാട്ടിൻ്റെയൊക്കെ ലഭിക്കുന്നുണ്ട് ചാർജിങ്. ഇപ്പോൾ നമുക്ക് റിയൽമിയുടെ ഭാഗത്തു നിന്നും 65 വാട്ടും ലഭിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് 20 വാട്ടേ ലഭിക്കുന്നുള്ളൂ. എന്നിരുന്നാലും തിരക്കേടില്ല. ഈ ഒരു പ്രൈസിന് വെച്ച് നോക്കുകയാണെങ്കിൽ തിരക്കേടില്ല. ബാക്കി സ്നാപ്ഡ്രാഗൺ 870 കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യമുണ്ട്. അടുത്ത് നോക്കാൻ പോകുന്നത് സോഫ്റ്റ്വെയറിൻ്റെ സൈഡാണ്. നമുക്ക് ഈ ഫോണിൽ ആൻഡ്രോയിഡ് 11 ആണ് ലഭിക്കുന്നത്. ആൻഡ്രോയിഡ് 11 സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. നമുക്ക് ഇന്ത്യയിലോട്ടൊക്കെ വരുമ്പോൾ മോട്ടോറോളയുടെ ഫോണുകൾ ലഭിക്കുക. ഇപ്പോൾ ചൈനയിൽ ഇറങ്ങുമ്പോൾ അതിൻ്റെ ഒരു കസ്റ്റം സ്കിന്നുണ്ട്. MYUI എന്ന് പറഞ്ഞിട്ടൊരു UA ആണ് ചൈനയിൽ ഇത് വെച്ചിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ലെനോവോയുടെ ഒരു UA ആണ്. ചൈനയിൽ പ്ലേ സ്റ്റോറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരവിടെ കസ്റ്റം സ്കിൻസ് യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. പക്ഷേ ഇന്ത്യയിലോട്ട് വരുമ്പോൾ നമുക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് നമ്മൾ മോട്ടോയിൽ നിന്നും കണ്ടിട്ടുള്ള പോലത്തെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ക്ലോസ് ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയിരിക്കും ലഭിക്കാൻ പോകുന്നത്. അതും ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ഒരു സ്കിൻ തന്നെയായിരിക്കും നമുക്ക് ഇന്ത്യയിലോട്ട് വരുമ്പോഴും ലഭിക്കാൻ പോകുന്നത്. ഇനി മിസലേനിയസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഫ്ലാഗ്ഷിപ്പ് അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് കില്ലറുകളിൽ നിന്ന് പോലും ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഹെഡ്ഫോൺ ജാക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഫോൺ നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല IP52 വാട്ടർ റെസിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റില്ല, IP52 ആണ്. സ്പ്ലാഷ് റെസിസ്റ്റൻസ് ആണ് ലഭിക്കുന്നത് ഇതിൽ. അപ്പോൾ ഇനി പറയാനുള്ളത് പ്രൈസ് മാത്രമാണ്. ഇപ്പോൾ കാണുന്നതാണ് ചൈനയിലെ പ്രൈസിങ്. കൺവേർട്ട് ചെയ്ത പ്രൈസിങ് ഇപ്പുറത്ത് കാണിക്കുന്നുണ്ട്. ഇത് ചൈനയിലെ പ്രൈസാണ് 22,000. അതേ 22,000 രൂപയ്ക്ക് ഇന്ത്യയിലോട്ട് വരില്ല. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ഒരു ഹയർ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഒരു 25,000 രൂപയ്ക്കായിരിക്കും മിക്കവാറും ഈ ഫോൺ ഇന്ത്യയിലോട്ട് വരാൻ പോകുന്നത്. കാരണം നമുക്ക് ഇന്ത്യയിൽ GST ഉണ്ട്, ഇമ്പോർട്ടിൻ്റെ ഡ്യൂട്ടി ഉണ്ട്, അങ്ങനത്തെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഒരു ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ വില നല്ല കുറവായിരിക്കും. ചൈനയിൽ നിന്നും ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടെ ഹയർ പ്രൈസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു 25,000 രൂപ എന്നത് ഒരു എന്താ പറയുക, ഞാനൊരു ആവറേജ് പിടിച്ച് പറഞ്ഞാണ്. മിക്കവാറും ഒരു 25,000 26,000 ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് വരാൻ പോകുന്നത്. നമുക്കെന്തായാലും ഈ ഫോണിൻ്റെ ഇന്ത്യൻ ലോഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ മോട്ടോറോള എഡ്ജ് എസിനെ പറ്റി അറിയേണ്ട എല്ലാ കാര്യങ്ങളും. അടുത്ത മാസം വരാൻ പോകുന്ന ഫോണാണ് ഇന്ത്യയിലോട്ട്. അപ്പോൾ ഈ മോട്ടോറോള എഡ്ജ് എസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമൻറ്റിൽ അറിയിക്കുക. പോരാത്തതിന് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ഇനിയും വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.